ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ എന്താ വാങ്ങിക്കാൻ പോണേ? തേങ്ങ. ഈ കടയിൽ നിന്നാണ്. ഇന്ത്യൻ സ്പൈസസ് ആണ്. പക്ഷെ ഇന്ത്യൻ സ്പൈസസിലൊന്ന് ഫുഡ് കഴിക്കണ്ടല്ലേ? കാരണം നമ്മുടെ ഇന്ത്യൻ ഫുഡ് തന്നെ എപ്പോഴും കഴിക്കണമല്ലേ? ചൈനീസ് ഫുഡ് കഴിക്കാം. അപ്പോൾ ഞാൻ അടുത്ത മാസം 50 രൂപ ഇപ്പോഴേ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കണം, കുറേ സാധനങ്ങൾ വാങ്ങിക്കണം. 50 റിങ്കറ്റ്, 50 രൂപയല്ല കേട്ടോ, 50 റിങ്കറ്റ്. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ചൈനീസ് അടുത്ത മാസം ഞാനൊരു പൊളിക്കും മോനെ. 50 റിങ്കറ്റ് ഞാൻ കോടീശ്വരിയാണ്, കോടീശ്വരി. ഇപ്പോഴും ഞാൻ കോടീശ്വരിയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളത് എനിക്കുന്ന പൈസയുടെ കണക്ക് എല്ലാവരെയും ബോധിപ്പിക്കണം, അതാണ് പ്രശ്നം. പക്ഷേ ഈ 50 റിങ്കറ്റ് ഞാൻ എടുത്തിട്ട് ഞാൻ കോടീശ്വരിയാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെന്താ, ഇത് ഇന്ത്യൻ സ്പൈസസാണ്. ഇവിടെ വന്നാണ് ഞാൻ. ഇവിടെ ബിരിയാണിക്ക് 16 റിങ്കറ്റ് ഉള്ളതാണ്. ബിരിയാണിയൊക്കെ കഴിക്കണമെന്നുണ്ട്. പിന്നെ ഇത് ചൈനീസ് റെസ്റ്റോറൻറ്റ്. അപ്പം നമുക്ക് കോക്കനട്ട് മേടിക്കാം. മൂക്കിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഉത്തരേണ്ടല്ല അതിനകത്ത്. ഇതെന്താ ഇവരെ നോക്കുന്ന സ്ഥലമാണ്. പട്ടിക്കുട്ടിയുണ്ട്, പാമ്പേഴ്സൊക്കെ ഇടിച്ചു നോക്കാൻ. പാമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ. ഹായ്. അയ്യോ, ചപ്പാത്തി വേണമെന്നൊക്കെ ചോദിക്കണ്ട്. ചപ്പാത്തിയാണ് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ചപ്പാത്തി എനിക്കിഷ്ടമല്ല. അയ്യോ, ചപ്പാത്തിൻ്റെ ഞാൻ പറഞ്ഞു ചൂടിന്. ഒരു മിനിറ്റ്. കോക്കനട്ട് അടി. I want coconut 1 packet. നമ്മുടെ നാട്ടിലുള്ള മിഠായി ഒക്കെ ഉണ്ടല്ലോ. How much this one? 5 ringgit. Okay. 5 റിങ്കറ്റ് എന്ന് ലോകത്തില്ലാത്ത വിലയാണ് എൻ്റെ മുന്നേ. ഒരു മിനിറ്റ്, വലത്തേക്ക് വെച്ച് പൈസ കൊടുക്കണം. 20 റിങ്കറ്റ് അത്. യാ. താങ്ക് യു. എന്താന്നാ കഴിഞ്ഞ പ്രാവശ്യം ആൻറ്റി ദൈവമേ, ആൻറ്റി ഓർക്കാതെ എനിക്ക് 20 റിങ്കറ്റ് തന്നിട്ടാ. 20 റിങ്കറ്റ് തന്നിട്ട് ഞാനും നോക്കിയില്ല. എനിക്കൊരു കാര്യമുണ്ട്, പൈസ എന്നാൽ അങ്ങനെ എത്ര രൂപയാണെന്നൊന്നും എണ്ണി നോക്കത്തൊന്നുമില്ല. ആണ്ടാ പൈസ എടുത്തിട്ട് 20 റിങ്കറ്റ് 10 റിങ്കറ്റാണെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ എന്തോ പിന്നെ പേടിച്ച്. ഈ 20ഉം രണ്ടും ഏകദേശം ഒരേ കളറാണ്, മാറിപ്പോവും. ഭാഗ്യം. ഞാൻ പാമ്പേഴ്സ് ഉടുപ്പിച്ച കാര്യം പറഞ്ഞില്ലല്ലോ, പട്ടി എനിക്ക് ഇങ്ങനെ എന്താ പറയണേ, കിടക്കുവാണ്. അപ്പോൾ കിടക്കണമെന്നല്ല, കിടക്കുമ്പോൾ യൂറിൻ ഇങ്ങനെ പോകുന്നുണ്ട്, വയ്യ തീരെ. അപ്പോൾ കിടക്കുമ്പോൾ യൂറിൻ പോണ കാരണം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എന്നാൽ പാമ്പേഴ്സ് മേടിക്കാമെന്ന്. പാമ്പേഴ്സ് മേടിച്ചിട്ടുണ്ടെന്നിട്ട് പിന്നെ എന്നോട് ഉടുപ്പിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഉടുപ്പിക്കാതെ വെച്ചേക്കുവാണേ പാമ്പേഴ്സ്. എന്താ സംഭവം എന്നറിയാമോ? ഉടുപ്പിക്കാതെ വെച്ചേക്കാൻ എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പാമ്പേഴ്സ് ഉടുപ്പിച്ചാൽ പട്ടി എങ്ങനെ അപ്പിയിടും. എന്നാൽ പട്ടി അപ്പിയിട്ട് കഴിഞ്ഞിട്ട് പാമ്പേഴ്സ് ഉടുപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഒറ്റ റൗണ്ടിലുള്ളതാണ് സംഭവം. നമ്മൾ കൊച്ചിങ്ങൾക്കല്ലേ പാമ്പേഴ്സ് ഉടുപ്പിച്ച് ശീലമുള്ളൂ. മറ്റേ പട്ടിക്ക് പാമ്പേഴ്സ് ഉടുപ്പിച്ച് ശീലം ഉണ്ടാവും. ഞാനത് കാരണം എന്താ പറയണേ, അങ്ങനെ ഉടുപ്പിക്കാതെ വെച്ചേക്കണേ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കൊടുത്തു. ഈ ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പാത്രത്തിലിട്ട് കൊടുക്കണം. അല്ലാതെ പട്ടിക്ക് പാത്രത്തിൽ അപ്പിടിട്ടിട്ട് പോരല്ല വേണ്ടത്. അപ്പം അങ്ങനെ, കാരണം മൂക്കിൽ കയറിപ്പോവും. മൂക്കിൽ എന്തോ പ്രശ്നമുണ്ട് പുള്ളിക്കാരൻ. അങ്ങനെയാണ് ഫുഡ് കൊടുക്കണം. റോഡ് റോസേട്ടെ. അപ്പോൾ ഈ വീട് വാടകയ്ക്കാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വീട് നോക്കുക. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിട്ട് ഫുഡ് കൊടുത്തപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചേ, അയ്യോ അപ്പിടുന്ന വശം വേറെയാണല്ലോ, മൂത്രം ആ പാമ്പേഴ്സ് ഉടുപ്പിച്ച കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ ആൻറ്റീനോട് പറഞ്ഞു. ആൻറ്റി എൻ്റെ ഒരു നോട്ടം. പിന്നൊന്നും പറഞ്ഞില്ല. പിന്നെ ഇവളോട് പറഞ്ഞിട്ടല്ലേ കാര്യമില്ലെന്ന് വിചാരിച്ചാണ് അങ്ങനെ പാമ്പേഴ്സൊക്കെ ഉടുപ്പിച്ചു. അതാണ് കഥ.
ഇപ്പം ഞാൻ എവിടെ പോണേ? തേങ്ങ വാങ്ങിച്ചു. ഇനി വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? ചിക്കൻ വാങ്ങിക്കണം. ഇക്കാമ്പിലീസ് ഉണക്കക്കൊഴു വറുത്തത് അത് വാങ്ങിക്കണം. ഇവിടെ നിൽക്കാം, വണ്ടികളൊക്കെ ചീർപ്പാഞ്ഞ വരണേ. അപ്പോൾ അത് വാങ്ങിക്കാൻ പോകണം. ഇങ്ങനെ മലേഷ്യ കറങ്ങി ഒരുവിധം അപ്പോൾ പോയാലോ നമുക്ക്. ഓക്കെ, റെഡാണ് മക്കളെ. അവിടെ നിൽക്കൂ, ഞങ്ങൾ പോട്ടെ ഡിയർ. ഹോണടിച്ചു, എന്നെ ചീത്ത പറഞ്ഞതാണെന്നറിയില്ല. ഇങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷെ ഇവിടെ കുറേ സ്ഥലമുണ്ടെന്ന് തോന്നുന്നുട്ടോ മലേഷ്യയിൽ കാണാനൊക്കെ ആയിട്ട്. എന്താ ചെയ്യണേ? ഞാൻ ആ മുരുകൻ്റെ ആ അമ്പലത്തിൽ പോയിട്ട് മുരുകനെ പോലും കണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഇത് കഴിഞ്ഞ ദിവസം ജിഷയുടെ വീഡിയോയിൽ കണ്ടായിരുന്നു ഈ ഫ്ലവർ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ ഫ്ലവർ കണ്ടിട്ടില്ല എന്നത്. ഫ്ലവർ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ? ജിഷയുടെ അതിനകത്ത് കാണിച്ചായിരുന്നു, ജിഷയുടെ വീഡിയോയിൽ. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ ചുമപ്പാടം ഉണ്ടെങ്കിൽ മറ്റേ കണ്ടു. എൻ്റെ മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് ആവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് നെഗറ്റിവിറ്റിയൊക്കെ കുറയുന്നുണ്ട്. ഞാൻ എന്തോ കാര്യം ഇങ്ങനെ വിചാരിച്ചു, 2 ദിവസത്തിനുള്ളിൽ കിട്ടി. നേരത്തേക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതിലേ ആഗ്രഹിച്ച കാര്യമായിരിക്കും വലുതാകുമ്പോൾ കിട്ടണം. പിന്നെ അത് മാസങ്ങളായി. ഇപ്പം 3 ദിവസം 4 ദിവസത്തിനുള്ളിൽ കിട്ടുന്നുണ്ട്. പിന്നൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, അത് ഞാനിപ്പോൾ പറയത്തില്ല. അത് മാനിഫെസ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്താണ്. അപ്പോൾ എൻ്റെ മാനിഫെസ്റ്റേഷനൊക്കെ എളുപ്പം നടക്കുന്നുണ്ട്. ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയൊക്കെ കുറഞ്ഞ് വരുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഞാൻ ആരോടെങ്കിലും എന്താ പറയണേ, മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിലോ, ആരെങ്കിലും എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിലോ ക്ഷമിക്കണം. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പിന്നെ ആരും എൻ്റെ അടുത്ത് മിണ്ടാനൊന്നും വരണ്ട കേട്ടോ. പിന്നെ മിണ്ടാൻ വരണ്ടെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ നമ്മുടെ മനസ്സിൽ പകയുള്ള ആൾക്കാർ തമ്മിലേ പിന്നെ മിണ്ടി വലിയ കുളമൊന്നാക്കണ്ട. അതുകൊണ്ട് അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പം നെഗറ്റിവിറ്റി കുറഞ്ഞ് വരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഓക്കെ, സി യു. അപ്പോൾ ഇനി നമുക്ക് ഇക്കാമ്പിലീസ് മേടിക്കാൻ പോകുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ. അപ്പോൾ വൈകുന്നേരം, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം. ഓക്കെ, സി യു.